അപ്പം സിനിമയുടെ വളർച്ചയ്ക്ക് ചലനത്തിൻ്റെ പ്രാധാന്യമാണ് ആദ്യം നോക്കിക്കണ്ടത്. ചലനം വന്നോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ശബ്ദം ഉണ്ടായതോടുകൂടി, ശബ്ദത്തിന് പ്രാധാന്യമില്ല, ശബ്ദം വന്നോട് കൂടിയിട്ട് സിനിമയ്ക്ക് വലിയ മാറ്റമാണ് സംഭവിച്ചത്. അപ്പം ചലനത്തിന് പ്രാധാന്യമുള്ള എല്ലാത്തിനെയും സിനിമയുടെ ഭാഗമാക്കി തീർക്കുക എന്നുള്ളതായിരുന്നു ആദ്യകാലത്ത് ഈ ടെക്നോളജി ചെയ്തിരുന്നത്, സിനിമ എന്നുള്ള ടെക്നോളജി ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കി. അപ്പം അവിടെ ചലനത്തിന് പ്രാധാന്യമുള്ള എല്ലാത്തിനെയും, എന്തിനേയും, കലാരൂപമായാലും വേണ്ടിയിട്ട് മറ്റെന്തായാലും അതിനെയൊക്കെ സിനിമയുടെ ഭാഗമായിട്ട് കൂട്ടി ഇണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഈ ടെക്നോളജിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഇപ്പം ഗ്രീക്ക് ഇതിഹാസങ്ങൾ, പിന്നെ അസീസി കഥകൾ, രാമായണം, ഭാരതം തുടങ്ങിയുള്ള എല്ലാ വസ്തുതകളെയും സിനിമയുടെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ആളുകൾ ശ്രമിച്ചിരുന്നു. തുടക്കത്തിൽ ഈ സിനിമയുടെ പിതൃത്വ സ്ഥാനങ്ങൾ ലൂമിയർ സഹോദരന്മാർക്കൊക്കെയാണ് കൽപ്പിക്കപ്പെട്ടിരുന്നെങ്കിലും പതുക്കെ ഈ സിനിമയുടെ വികാസം വന്നോട് കൂടിയിട്ട് അവിടെ ഒരു ടെക്നോളജിയുടെ കണ്ടുപിടുത്തം, അതിനപ്പുറം ആ ഒരു ടെക്നോളജി കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിലാണ് ലൂമിയർ സഹോദരന്മാരൊക്കെ വാഴ്ത്തപ്പെട്ടത്. പക്ഷെ അതിനപ്പുറം ഈ സിനിമയുടെ ലോകത്ത് അതല്ലാതെ, അത് കൂടാതെ ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് സിനിമ ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിവ് വന്നതോട് കൂടിയിട്ട് ഈ ലൂമിയർ സഹോദരന്മാരുടെ സ്ഥാപിക്കപ്പെട്ടിരുന്ന ഈ പിതൃത്വം, സിനിമയുടെ പിതൃത്വം പതുക്കെ വഴിമാറി. അത് സംവിധായകനിലേക്കും നിർമ്മാതാക്കളിലേക്കും ഒക്കെ, ക്യാമറാമാനിലേക്കും, അങ്ങനെ പല ഛായാഗ്രഹൻ, അങ്ങനെയുള്ള പല മേഖലകളിലേക്കും അത് വ്യാപിക്കാൻ പറ്റും. ഇപ്പം നിർമ്മാതാവ്, സംവിധായകൻ, ശബ്ദ എഡിറ്റർ, അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിതൃത്വ സ്ഥാനത്തിന് അർഹതപ്പെട്ടവരായിട്ട് മാറണം. അല്ലെങ്കിൽ ഇവരുടെയൊക്കെയാണ് കല അല്ലെങ്കിൽ സിനിമ എന്ന് വാദിക്കാൻ വരെ അന്നത്തെ ആളുകൾ മെനക്കെട്ടുന്നു. ചില ആളുകളൊക്കെ പറഞ്ഞു വമ്പിച്ച മുതൽ മുടക്ക് ഉള്ള ഒന്നാണ് സിനിമ, അതുകൊണ്ട് തന്നെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് സിനിമ, വ്യത്യസ്തമായിട്ടുള്ള വേതനമാണ് സിനിമയിൽ ഉണ്ടാകുന്നത്, പിന്നെ യന്ത്രവൽകൃതമായിട്ടുള്ളൊരു സാങ്കേതികത്വമാണ് സിനിമയുടെ മാനദണ്ഡം, അതിനകത്ത് അസാമാന്യ തൊഴിലാളികളുണ്ട്, വിൽപ്പന സാധ്യതകളുണ്ട്, ഇതൊക്കെയാണ് സിനിമ എന്ന് പലരും അതിനിടയിൽ പറയാൻ തുടങ്ങി. അല്ലെങ്കിൽ കുറേയൊക്കെ അത് തന്നെയാണ് സത്യം എന്നുള്ള രീതിയിലേക്ക് മാറാൻ തുടങ്ങി. ഇപ്പം നമ്മൾ മറ്റു വസ്തുക്കളൊക്കെ തുണിയും സോപ്പും കണ്ണാടിയും ചെരുപ്പും ഒക്കെ വിൽക്കുന്നത് പോലെ ഒരു വിൽപ്പന ചരക്ക് എന്നുള്ള രീതിയിലേക്ക് സിനിമ മാറുകയുണ്ടായിരുന്നു. അപ്പം അത് കച്ചവടമായിട്ട് ആ സിനിമയെ കണ്ടതുകൊണ്ടാണ്. ഇപ്പോൾ വമ്പിച്ച മുതൽ മുടക്കത്തിന് ആവശ്യമാണ് എന്നുള്ള വസ്തുത വന്നു. നമ്മൾ ആദ്യം ആലോചിക്കേണ്ടതുണ്ട്, കേവലം ഒരു ചലന ദൃശ്യത്തെ അവതരിപ്പിക്കുക എന്ന ഒരു വസ്തുതയിൽ നിന്നാണ് പതുക്കെ വളർന്നു വന്നത്. നമ്മൾ പറഞ്ഞ് പെട്ടെന്നുള്ള വളർച്ചയായിരുന്നു. ആ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകവും അത് വ്യവസായ വിപ്ലവത്തിന്റെ കാലത്തേക്കാണ് സിനിമ കടന്നു വരുന്നതെന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ മറ്റ് വ്യവസായ ഉൽപ്പന്നങ്ങളുടെ കൂടെ തന്നെ സിനിമയും വളരെ വേഗത്തിൽ വ്യാപിക്കുന്ന ഒന്നായി മാറുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ സിനിമ എന്നത് ഒരു കലയായിട്ട്, അല്ലെങ്കിൽ ഒരു കല എന്നുള്ള രീതിയിൽ അപ്പോഴും അംഗീകരിക്കപ്പെട്ടിട്ടൊന്നുമില്ല. ഒരു കൂട്ടായ്മയുടെ അല്ലെങ്കിൽ ഒരു ടെക്നോളജിയുടെ ഒരു വികാസമായിട്ടാണ് സിനിമയെ കണ്ടിരുന്നത്. ഇന്നും ഇപ്പോൾ നമ്മൾ സിനിമയെ അങ്ങനെ നോക്കിക്കാണുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ടെക്നോളജിയുടെ ഭാഗം മാത്രമായിട്ട് കാണുന്ന സിനിമയുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിക്കുന്ന ഒരു കലാരൂപമാണ് സിനിമ. അപ്പോൾ ആ സിനിമയ്ക്ക് ഇത്ര ജനകീയത വരാനുള്ള ഒരു കാരണം എല്ലാവരുടെയും ആഗ്രഹങ്ങളെ അത് തൃപ്തിപ്പെടുത്തുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ്, അല്ലേ? എല്ലാ തരം ആളുകളെയും എന്ത് ചെയ്യുന്നുണ്ട്, സിനിമ തൃപ്തിപ്പെടുത്തുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ജനകീയത സിനിമയ്ക്ക് മറ്റ് കലാരൂപങ്ങളെ അപേക്ഷിച്ചൊരു ജനകീയത കൈവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട, അതായത് ആസ്വാദകർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വസ്തുതകളെയും, ഇപ്പോൾ ഇതിഹാസങ്ങളായാലും വേണ്ടില്ല, പുരാണങ്ങളായാലും വേണ്ടില്ല, മറ്റേതെങ്കിലും കലാരൂപങ്ങൾ, ഗുസ്തിയോ അങ്ങനെയുള്ള കലാരൂപങ്ങളായാലും വേണ്ടില്ല, അതിനൊക്കെ സിനിമയുടെ ഭാഗമാക്കുന്ന സമയത്ത് അവർ മുന്നിൽ കണ്ടൊരു ലക്ഷ്യം, അല്ലെങ്കിൽ ആരാണോ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആളുകൾ അവരൊക്കെ കണ്ടിട്ടുള്ള ലക്ഷ്യം, ഇത് ആസ്വാദകരിലേക്ക് ഒരു കാഴ്ച, ഒരു ടെക്നോളജീനെ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ അവരതിനെ അത്രയും ഇഷ്ടത്തോടു കൂടി സ്വീകരിക്കാൻ എന്തൊക്കെയാണ് അതിനകത്ത് കൊടുക്കേണ്ടത് അത് കൊടുക്കുക എന്നുള്ള രീതിയിൽ ആദ്യകാലത്ത് അങ്ങനെയായിരുന്നു. അപ്പം ഇങ്ങനെ സിനിമ വികസിക്കുന്ന സമയത്ത് അവിടെ ഒരു കലാരൂപം എന്നുള്ള രീതിയിലേക്ക് ഒരിക്കലും അതിനെ അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മറിച്ച് ഒരു ടെക്നോളജിയുടെ ഒരു ആവിഷ്കാരം എന്നുള്ള രീതിയിലേക്കാണ് അതിനെ കണ്ടിരുന്നത്.
അപ്പോഴാണ് ഇത് ഈ ഒരു രീതിയിലേക്ക് സിനിമ മാറുന്ന സമയത്താണ് കലയെ ആധികാരികമായിട്ട് പഠിച്ച ആളുകൾ രംഗപ്രവേശനം ചെയ്യുകയും അവർ ഈ സിനിമയുടെ മൊത്തത്തിലുള്ള അവസ്ഥ ഇത് ഇപ്പം നമ്മൾ നേരത്തെ ഇത് പറയുമ്പോഴും മൊത്തം സിനിമയെ കണ്ടിരുന്നത് ആ രീതിയിലല്ല എന്നുള്ളത് നമ്മൾ നോക്കി കാണുന്നുണ്ട്. അടൂർ നമ്മളെ ശ്രദ്ധ ക്ഷണിക്കുന്നതും അങ്ങോട്ട് തന്നെയാണ്. അപ്പം മൊത്തത്തിൽ ഇതായിരുന്നില്ല കലയുടെ അവസ്ഥ. കലാവിഭാഗത്തിൻ്റെ ഉപാസകരുടെ പ്രതിഭയെ വെല്ലാൻ പോകുന്ന ദിഷ്ണാശാലികളുടെ ഒരു പരിചരണം കൂടി ഈ സിനിമകൾക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പം മറ്റ് കലാരൂപങ്ങളെ ആസ്വദിക്കുന്ന ആളുകൾ അവരുടെ ആസ്വാദന നിലവാരത്തിൻ്റെ അങ്ങനെ തന്നെ നിൽക്കുന്ന തരത്തിൽ ആ തരത്തിലേക്ക് ആസ്വാദനം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒന്നുകൂടിയാണ് സിനിമ എന്ന രീതിയിലേക്ക് നോക്കിക്കാണുന്ന ദിഷ്ണാശാലികളുടെ കുറച്ച് പരിചരണം കൂടി സിനിമയ്ക്കുണ്ടായിരുന്നു. ആ ഒരു പരിചരണമാണ് സിനിമയെ നമ്മളൊരു കലയായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ സഹായിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അമേരിക്കയിൽ പോൾട്ടർ, ഗ്രിഫ്റ്റ്, ഫ്ലാഹർട്ടി, റഷ്യയിൽ ഐസൻസ്റ്റൈൻ, പുഡോസ്കിൻ, ഡോഷെങ്കോ, ജർമ്മനിയിൽ ഫ്രിസ്ലാങ്, മുർനോ, റോബർട്ട് വീൻ, ഫ്രാൻസിൽ ഏബൽ ഗാൻസ്, കാൾഡയർ, ഴാൻ വീഗോ, ഇംഗ്ലണ്ടിൽ ഗ്രിയേഴ്സ്, ഹിച്ച്കോക്ക്, സ്വീഡനിൽ സിസ്റ്റോം, മാരിസ് ടില്ലർ, ഇങ്ങനെയുള്ള സിനിമാ പ്രവർത്തകരൊക്കെ ആദ്യകാലത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ സിനിമയെ ഒരു കല എന്നുള്ള രീതിയിൽ കാണാൻ ശ്രമിച്ച ആളുകളാണ്. ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഈ പുതിയ മാധ്യമത്തെ, അതായത് സംവിധാന രംഗത്തോ അല്ലെങ്കിൽ കലയെ, നാടക കലയൊക്കെ ആധികാരികമായിട്ട് പഠിച്ച ആളുകളാണ് ഇവർ. അവരെന്ത് ചെയ്യണം, ഈ ഒരു കലാരൂപത്തെ, പുതിയ മാധ്യമത്തെ ഈ കലാ സഭയ്ക്കുള്ള എന്താ പറയുക ഒരു ഭാഗമായിട്ട് അത് മാറ്റിയെടുക്കും. അപ്പം ചലച്ചിത്രത്തിൻ്റെ ഭാഷയിൽ അവർ വ്യാകരണം എഴുതി ചേർക്കണം. നമ്മൾ നേരത്തെ തുടക്കത്തിൽ അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു ദൃശ്യത്തെ അവതരിപ്പിക്കുകയാണെങ്കിൽ അപ്പുറം എന്താ പറയുക മറ്റ് കലാരൂപങ്ങൾ, ഇപ്പോൾ സാഹിത്യം ചെയ്യുന്നത് പോലെയുള്ള ഒരു അഗാധമായിട്ടുള്ള ചിന്തകൾക്ക് വകതരുന്നൊന്നും സിനിമയിൽ വേണ്ട അല്ലെങ്കിൽ ആവശ്യമില്ല എന്ന് കണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്താണ് സിനിമയുടെ ഭാഷയിൽ വ്യാകരണം എഴുതി ചേർക്കാൻ ഇങ്ങനെയുള്ള ആളുകൾ ശ്രമിച്ചു വരുന്നത്. ഇവരുടെ ഒരു സിനിമയെ ഗൗരവമായിട്ട് കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയ ഒരു കലാമൂല്യമുള്ള ഈ സിനിമയുടെ ലോകത്തേക്ക് സിനിമ വ്യതിചലിച്ചത് നമുക്ക് ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും. നമ്മൾ പറഞ്ഞു വളരെ പെട്ടെന്നായിരുന്നു സിനിമയുടെ വളർച്ച എന്ന് പറഞ്ഞു അല്ലേ. സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പരുവവും പിന്നെ പാകതിയും ഒക്കെ വന്നു എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ സിനിമയെ നോക്കിക്കണ്ടത് അല്ലെ. വളരെ വേഗത്തിൽ ഇടം നേടുകയും അത് വളരെ പെട്ടെന്ന് തന്നെ വ്യാപിക്കുകയൊക്കെ ചെയ്ത ഒന്നാണ് സിനിമ. അപ്പം സിനിമയുടെ ഈ സംവിധാന രംഗത്തുള്ള അല്ലെങ്കിൽ കലയായിട്ട് കണ്ട ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ മനസ്സിലാക്കി, +1 ക്ലാസ്സിലൊക്കെ നമ്മൾ സിനിമയെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലെ, മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ നമ്മൾ നിയോ റിയലിസം എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തെ പറ്റി മനസ്സിലാക്കിയില്ല. ആ പ്രസ്ഥാനത്തിൻ്റെ മറപറ്റി ഉണ്ടായതാണ് ഇറ്റലിയിലെ സിനിമാ ചരിത്രങ്ങൾ. അതാണ് പിന്നീട് ലോക വ്യാപനത്തിലേക്ക് നമ്മൾ വന്നത്. ഇപ്പോൾ എന്താ പറയുക, ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്ന സിനിമയുടെ ഭാഗമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയാണ്. വിക്ടോറിയ ഡിസിക്കാൻ പോലുള്ള സംവിധായകരൊക്കെ സിനിമയെ ആ രീതിയിലേക്ക് നോക്കിക്കണ്ടു. അപ്പം എന്താ പറയുക, ഇങ്ങനെ പുറമോടിയെ മാത്രം അവതരിപ്പിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും മാറിയിട്ട് റിയലിസത്തിൻ്റെ ശക്തമായ ആവിഷ്കാരമായിട്ട് സിനിമയെ മാറ്റിയെടുത്ത ഒരു കാലഘട്ടമായിരുന്നു. അപ്പം സിനിമയെ ആധികാരികമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ സിനിമയെ കണ്ടത് അങ്ങനെയായിരുന്നു. അവരുടെ കാഴ്ചപ്പാടിൽ സിനിമയിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവർ ഗൗരവപൂർവ്വമാണ് സിനിമയെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ആ ഒരു ഗൗരവത്തോടു കൂടി കണ്ട ആളുകളുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ സിനിമയെ മാറ്റിയെടുത്തിട്ടുള്ളത്, സിനിമ കല എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുത്തത്. നമ്മൾ നേരത്തെ പറഞ്ഞു, സിനിമയുടെ ഭാഷയിൽ അവർ വ്യാകരണം എഴുതി ചേർത്തു. കാരണം ദൃശ്യങ്ങളിലും ചില, ഇപ്പോൾ സിനിമയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ദൃശ്യത്തിലൂടെ അതാവും. കലയൊക്കെ ആണെങ്കിൽ വാക്കുകളിലൂടെയും വരികളിലൂടെയും ഒക്കെ ചിന്തകളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ, സിനിമ ചെയ്യുന്നത് ദൃശ്യങ്ങളിലൂടെ എന്ത് ചെയ്യണം, ആ ലോകത്തേക്ക് അല്ലെങ്കിൽ സംവിധായകൻ അല്ലെങ്കിൽ ആരാണോ അതിൻ്റെ
ശ്രമം നടത്തിയിട്ടില്ല. സംവിധായകനോ അല്ലെങ്കിൽ എഴുത്തുകാരനോ അവർ കാണിച്ചു തരുന്ന ആ ലോകത്തിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ എത്തുക എന്നതായിരുന്നു അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പം സിനിമ സ്വന്തമായിട്ടുള്ളൊരു അസ്തിത്വവും വ്യക്തിത്വവും ഉള്ള ഒരു കലയാണ് എന്ന് സ്ഥാപിക്കുക തന്നെയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ലോക പ്രശസ്തരായിട്ടുള്ള ഈ സിനിമാ പ്രവർത്തകരൊക്കെ ചെയ്തത്. അപ്പം ഇപ്പോൾ സിനിമേനെ ഒരു ക്യാമറ ഒരു കാർബൺ കോപ്പി അല്ലെങ്കിൽ നാടകത്തിൻ്റെ ഒരു കാർബൺ കോപ്പി എന്നുള്ള ഒരു പരിവേഷത്തിൽ നിന്ന് മാറിയിട്ട് സിനിമയ്ക്ക് സ്വന്തമായിട്ടുള്ള ഒരു അസ്തിത്വമുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് ഈ സംവിധായകരൊക്കെ ശ്രമിച്ചത്. ആദ്യകാലത്ത് ഒരു കോപ്പിയടി മാത്രമായിരുന്നു. അപ്പോൾ നമ്മളൊരു പകർപ്പ് എന്നുള്ള രീതിയിൽ മാത്രമാണ് സിനിമേനെ നോക്കിക്കണ്ടിരുന്നത്. അതിനപ്പുറം സ്വന്തമായിട്ടുള്ളൊരു അസ്തിത്വമുണ്ട്, ഇതൊരു കലയാണ്, ഇതിലൂടെ ആവിഷ്കാരങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ സിനിമകൾ ഇടക്കാലത്ത് അല്ലെങ്കിൽ ആ കാലത്ത് ഉണ്ടായിരുന്നു. സിനിമാ ലോകത്തിന് തന്നെ വലിയ മാറ്റങ്ങളായിരുന്നു. അപ്പോൾ മദർ എന്ന് പറയുന്ന സിനിമ, ബാറ്റിൽഷിപ്പ് പോട്ടൻകിൻ, ബർത്ത് ഓഫ് എ നേഷൻ, ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കലിഗിരി, ജോൺ ഓഫ് ആർക്കും തുടങ്ങിയ സിനിമകളൊക്കെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റിയൽ ആയിട്ടുള്ള സംഭവങ്ങളെ അല്ലെങ്കിൽ സിനിമയുടെ ലോകത്തും ഇതുപോലെ ആവിഷ്കാരത്തിന് സ്വാതന്ത്ര്യമുണ്ട് അല്ലെങ്കിൽ ആവിഷ്കരിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് കണ്ടെത്തിയ സിനിമകളായിരുന്നു. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ആദ്യകാലത്തെ തുടക്കത്തിലുണ്ടായ സിനിമകളൊക്കെ നമ്മൾ നേരത്തെ ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ആളുകളെ രസിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇങ്ങനെ ആവിഷ്കരിക്കുന്ന ഒന്നും മാത്രമായിരുന്നു. അതിനപ്പുറം ഈ മദർ അല്ലെങ്കിൽ ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കലിഗിരി പറയുന്ന സിനിമകളൊക്കെ ആവിഷ്കാരത്തിൻ്റെ പുതിയ പാഠങ്ങൾ സിനിമാ ലോകത്തിൽ തരികയായിരുന്നു. ഇതും സിനിമയുടെ ഭാഗമാണ് എന്ന് കാണിച്ചു തരാനുള്ള ഒരു ചങ്കുറ്റം ഉണ്ടായ സിനിമാ പ്രവർത്തകരായിരുന്നവർക്ക്. അപ്പോൾ പ്രേക്ഷകർക്ക് ഹിതമായ ഘടകങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകുന്ന സിനിമ എന്നുള്ള രീതിയിലേക്ക് ആദ്യകാലത്ത് സിനിമകൾ ഉണ്ടായിരുന്നു. അതിന് നേരെ വിപരീതമായിട്ട് ഇതിനൊക്കെ ഒരു പുറംതിരിഞ്ഞ സമീപനമാണ് പ്രേക്ഷകർ ആദ്യകാലത്ത് സ്വീകരിച്ചത്. ഇത് എന്താണ് അല്ലെങ്കിൽ ഇങ്ങനെയാണോ എന്നുള്ള രീതിയിലൊക്കെയാണ് നോക്കിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ അടൂരിനെ പറ്റിയിട്ടും ഈ രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന ഒരാൾ തന്നെയാണ് അടൂർ. കാരണം സിനിമയിലെ ആധികാരികം പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ച് വന്ന ഒരാളാണ് അദ്ദേഹം. സിനിമാ നിർമ്മാണ അതിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ചിത്രലേഖ എന്നുള്ള സ്റ്റുഡിയോ ഒക്കെ തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ സിനിമയെ ആ രീതിയിൽ തന്നെ നോക്കിക്കണ്ട ഒരാളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമ ഒരു കച്ചവടം എന്നുള്ള രീതിയിൽ കാണുന്നത് ഇഷ്ടപ്പെടാത്ത ഒരാൾ തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ കച്ചവടത്തിൻ്റെ ഭാഗമായിരുന്നതാണ്. ഇതിങ്ങനെ നടക്കുന്ന സമയത്ത് തന്നെ ഒരു കൂട്ടം ആളുകൾ അതിനെ ഇഷ്ടപ്പെടാത്തതിൻ്റെ ഒരു കാരണം രസിപ്പിക്കുന്നതൊന്നും ആളുകളുടെ ഇഷ്ടത്തെ അല്ലെങ്കിൽ അവരെ രസിപ്പിക്കുന്ന തരത്തിലുള്ള ഘടകങ്ങളൊന്നും ഇത്തരം സിനിമകളിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യകാലത്ത് ഒരു ആഭാസമായിട്ടാണ് അത് വന്നിരുന്നത്. ആളുകളെ രസിപ്പിക്കുന്ന എന്തൊക്കെയാണ് അതൊക്കെ അതിനകത്ത് കൂട്ടിച്ചേർക്കുക. അതിലൊരു ഒരു കഥ വേണമെന്നോ അല്ലെങ്കിൽ അതിലൊരു ആദ്യമധ്യാന്ത പൊരുത്തം വേണമെന്നോ അല്ലെങ്കിൽ ആളുകളുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്തേക്ക് കൊണ്ടുവരണമെന്നോ ആദ്യകാലത്ത് സിനിമയെക്കുറിച്ചുള്ള നിർമ്മാണങ്ങൾക്കിടയിൽ ആരും ചിന്തിച്ചിരുന്നില്ല. അപ്പോഴാണ് ഇത്തരത്തിലുള്ള സിനിമാ പ്രവർത്തകർ കടന്നു വരികയും അവർ ഗൗരവമായിട്ടുള്ള ഒന്നായി സിനിമയെ കാണുകയും ചെയ്തതെന്നാണ്. അപ്പം ആ രീതിയിലേക്ക് സിനിമ വളർന്നു വന്നു എന്നുള്ളത് നമ്മൾ നോക്കിക്കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് ഈ ആഭാസങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ സിനിമ വെറും കച്ചവടമായിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം നിന്ന് മാറിയിട്ട് കച്ചവടം മാത്രമല്ല സിനിമ, അതിനപ്പുറം ചില മൂല്യങ്ങളുണ്ട് അല്ലെങ്കിൽ ചില ചിന്തകളുണ്ട്, മറ്റ് സാഹിത്യ രൂപങ്ങളോടെ കൂടെ തന്നെ വയ്ക്കാൻ പറ്റുന്ന ഒന്നാണ് സിനിമ എന്നുള്ള കല. ആ രീതിയിലേക്ക് നമ്മൾ പടിപടിയായിട്ട് സിനിമ വികസിച്ചത് കണ്ടു, നമ്മൾ നോക്കിക്കണ്ടു എന്നാണ്. ഇപ്പോൾ ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കലിഗിരിയും പിന്നെ ബർത്ത് ഓഫ് നേഷനും ജോൺ ഓഫ് ആർക്കും ഒക്കെ തുടങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇത് വലിയൊരു മാറ്റമാണ്